ദേശീയ നേതാക്കളും ദേശീയ മാധ്യമങ്ങളും ഡിയർ കോമറേഡ് എന്ന് വിശേഷിപ്പിച്ച പ്രിയ സഖാവ് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം യാത്ര പറഞ്ഞ സീതാറാം യെച്ചൂരി. കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ സൗമ്യതയുടെയും ലളിത ജീവിതത്തിൻ്റെയും മുഖമായിരുന്നു, ചിരിക്കുന്ന മുഖമായിരുന്നു എന്നും സീതാറാം യെച്ചൂരി. രാമൻ്റെ പേരിൽ ഉറഞ്ഞുതുള്ളുന്ന BJP സർക്കാരിനോട് രാജ്യസഭാ അംഗമായിരിക്കെ തൻ്റെ പേരിൽ രാമനും സീതയും ഉണ്ടെന്ന് പറയാൻ സീതാറാം യെച്ചൂരിക്ക് കഴിഞ്ഞു. അതെ, ആ പേര് പോലെ തന്നെ ഒരേ സമയം സീതയുടെയും രാമൻ്റെയും പ്രതിരൂപം കൂടിയാണ് താനെന്ന് പറയാനുള്ള ആർജവം അദ്ദേഹം കാണിച്ചു. 2 പ്രാവശ്യം രാജ്യസഭാ അംഗമായിരുന്ന യെച്ചൂരിക്ക് 3-ാം വട്ടം രാജ്യസഭാ അംഗത്വം നൽകണമോ വേണ്ടയോ എന്ന് വോട്ടെടുപ്പ് നടത്തിയ CPM ചരിത്രപരമായ ഒരു മണ്ടത്തരമാണ് 3-ാം വട്ടം യെച്ചൂരിക്ക് സീറ്റ് നിഷേധിച്ചതിലൂടെ ചെയ്തത്. ബംഗാൾ ഘടകം ഒന്നാകെ യെച്ചൂരിക്ക് വേണ്ടി നിലപാടെടുത്തു. VS അടക്കമുള്ളവരും അതേ അഭിപ്രായക്കാരായിരുന്നു. പക്ഷേ പാർട്ടി രാജ്യസഭയിലേക്ക് യെച്ചൂരിയെ അയച്ചില്ല. യഥാർത്ഥത്തിൽ പാർലമെൻറ്റിൽ യെച്ചൂരിയുടെ അഭാവം നികത്താനാവാത്ത ഒന്ന് തന്നെയായിരുന്നു. 40-ാം വയസ്സിൽ PB അംഗമായ യെച്ചൂരി രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. JNUവിലെ യൂണിയൻ പ്രസിഡൻ്റായി 3 വട്ടം തിരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ അത്യപൂർവമായ സംഭവമാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞയുടൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് JNU വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ച്. ഇന്ദിരാഗാന്ധിയുടെ വീട്ടിന് മുന്നിൽ ഗേറ്റിനരികിൽ ഇന്ദിരാഗാന്ധിയെ നിർത്തിക്കൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കുറ്റപത്രം യെച്ചൂരി വായിച്ചു. യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് സങ്കല്പിക്കാനാവുമോ ഇന്നത്തെ പ്രധാനമന്ത്രി മോദിയുടെ വസതിയിലേക്ക് JNU വിദ്യാർത്ഥികൾ മാർച്ച് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ നടപടികൾക്കെതിരെയുള്ള ഒരു കുറ്റപത്രം CPMൻ്റെയോ SFIയുടെയോ മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയോ ഒരു നേതാവിന് വായിക്കാൻ കഴിയുമോ? അപ്പോൾ അടിയന്തരാവസ്ഥക്കെതിരെ നാം ഒരുപാട് സംസാരിക്കുമ്പോഴും ഏകാധിപത്യത്തിൻ്റെ പ്രതിരൂപമായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് പറയുമ്പോഴും വിദ്യാർത്ഥി നേതാവായിരുന്ന യെച്ചൂരി വായിച്ച കുറ്റപത്രം പുഞ്ചിരിച്ചുകൊണ്ട് കേട്ടുനിന്ന ഇന്ദിരയും അത് വായിക്കാനുള്ള ധൈര്യവും തൻ്റെടവും കാണിച്ച യെച്ചൂരിയും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ചരിത്രപരമായ മണ്ടത്തരം എന്ന് ജ്യോതി ബസു പറഞ്ഞ ഒരു പരാമർശമുണ്ട്. സോണിയാഗാന്ധി അടക്കം കോൺഗ്രസ് ഒന്നാകെ, പ്രതിപക്ഷം ഒന്നാകെ, അന്നത്തെ ഭരണകക്ഷി ഒന്നാകെ ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ PBയിലെ യുവാക്കളായിരുന്ന കാരാട്ടും യെച്ചൂരിയുമാണ് അതിനെ നഖശികാന്തം എതിർത്തത്. EMSും സുർജിത്തും അടക്കമുള്ളവർ ജ്യോതി ബസു പ്രധാനമന്ത്രിയാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത് പരാജയപ്പെട്ടത് ഒരു ചരിത്രപരമായ മണ്ടത്തരം എന്ന് പിന്നീട് ജ്യോതി ബസു വിശേഷിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം താനുയർത്തിയ ചരിത്രപരമായ മണ്ടത്തരത്തെ ചിരുത്തിക്കൊണ്ടായിരുന്നു തലമുതിർന്ന PB അംഗമായ 3 വട്ടം ജനറൽ സെക്രട്ടറി ആയിരുന്ന യെച്ചൂരിയുടെ ഓരോ ചുവടുവെപ്പും. ജനറൽ സെക്രട്ടറി ആയിരിക്കെ നമ്മോട് യാത്ര പറയുന്ന ആദ്യത്തെ CPM നേതാവാണ് സീതാറാം. അപ്പോൾ സീതാറാം ഒരേ കാലത്ത് JNUവിൽ നിന്ന് പ്രസ്ഥാനത്തിലേക്ക് വന്ന കാരാട്ടും യെച്ചൂരിയുമായുള്ള പ്രധാനമായ അഭിപ്രായ വ്യത്യാസം മുഖ്യ ശത്രു ആരാണ് എന്ന തർക്കമായിരുന്നു. കോൺഗ്രസുമായി ഐക്യപ്പെടണമെന്നും സഹകരിക്കണമെന്നും ഉള്ള അഭിപ്രായക്കാരനായിരുന്നു അവസാന നിമിഷം വരെയും യെച്ചൂരി. അപ്പോൾ ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രി ആക്കിയിരുന്നെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രി രാജ്യം ഭരിച്ചു എന്ന് പറയാൻ, അങ്ങനെ ചരിത്രത്തിൽ ഇടം നേടാൻ CPMന് കഴിയുമായിരുന്നു. ആ ഒരു തീരുമാനത്തെ അന്ന് എതിർത്തത് തെറ്റായിപ്പോയി എന്ന വിചാരം കൊണ്ടാവണം ഈ കാലം അത്രയും കോൺഗ്രസുമായി സഹകരിക്കണം എന്ന ആശയം സീതാറാം യെച്ചൂരി മുന്നോട്ട് വെച്ചത്. ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ നിന്നും
തമിഴ്നാട്ടിൽ നിന്നുമെല്ലാം CPM ജയിച്ചു വരാൻ കഴിഞ്ഞത് ആ സഹകരണം കൊണ്ട് മാത്രമാണ്. കേരളത്തിൽ പരസ്പരം മത്സരിക്കുമ്പോഴും വടക്കേ ഇന്ത്യയിലും തമിഴ്നാട്ടിലും അടക്കം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തന്നെയാണ് CPM മത്സരിച്ചത്. അപ്പോൾ വിശാലമായ ഒരു ഐക്യം, ഫാസിസ്റ്റ് സ്വഭാവം കാണിക്കുന്ന മോദി സർക്കാരിനെതിരെ മതേതരത്വവും ജനാധിപത്യവും ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഒരു പോരാട്ടം, അതായിരുന്നു സീതാറാം യെച്ചൂരിയുടെ ആഗ്രഹവും ശ്രമവും. അസുഖബാധിതനായി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശിപ്പിക്കുന്ന സമയം വരെയും അദ്ദേഹം സജീവമായിരുന്നു രാഷ്ട്രീയ കാര്യങ്ങളിൽ. കേരളത്തിലെ ഫിഡൽ കാസ്ട്രോ എന്ന് VS വിശേഷിപ്പിച്ച സീതാറാം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും VS നിലയുറപ്പിച്ചിരുന്നു. VS സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് VS വരുന്നതിനെ ഒരു വിഭാഗം എതിർത്തപ്പോൾ എല്ലാം സീതാറാം യെച്ചൂരി VS പിന്തുണയ്ക്കുകയായിരുന്നു. പ്രകാശ് കാരാട്ട് മാറി ജനറൽ സെക്രട്ടറിയായി സീതാറാം യെച്ചൂരി ആദ്യ മത്സരത്തിൽ വിജയിച്ച് ജനറൽ സെക്രട്ടറി ആയതിന് പിന്നിലും VS പിന്തുണ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യകാല നേതാക്കളായ സുന്ദരയും EMS വാസവ് പുന്നയ്യയും അടക്കമുള്ള നേതാക്കളാണ് സീതാറാമിനെ കണ്ടെത്തിയതും JNUവിൽ നിന്ന് അദ്ദേഹത്തെ CPM കൊണ്ടുവന്നത്. 40-ാം വയസ്സിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി മാറിയ അദ്ദേഹം 3 വട്ടം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുമായി. യഥാർത്ഥത്തിൽ മതേതരവാദി എന്ന് ഏതർത്ഥത്തിലും പറയാവുന്ന നേതാവായിരുന്നു സീതാറാം. അങ്ങനെ അവകാശപ്പെടാൻ കഴിയുന്ന എത്ര നേതാക്കന്മാർ CPM എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അഴിമതിയുടെ കറപുരളാത്ത ഫാസിസ്റ്റുകളോടും വർഗീയവാദികളോടും ഒരു ഘട്ടത്തിലും സന്ധി ചെയ്യാത്ത, തൻ്റെ ആശയങ്ങൾ, തൻ്റെ വിശ്വാസങ്ങൾ, തൻ്റെ പാർട്ടിയുടെ താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ധീരത കാണിച്ച ആ നേതാവ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ രംഗത്ത് വന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഏറ്റവും പ്രമുഖനായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന നേതാക്കൾ ആണ് ഇന്ന് CPM ഇടതുപക്ഷത്തായാലും BJP എല്ലാം ഭരണത്തിൻ്റെ തലപ്പത്തുള്ളത്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര തലമുറയിലെ ഏറ്റവും ശ്രദ്ധേയനായ സീതാറാമിൻ്റെ വേർപാട് ഇന്ത്യ മുന്നണിക്ക്, ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ നഷ്ടമാണ്. പ്രധാനമന്ത്രി മോദി ആയാലും രാഷ്ട്രപതി ആയാലും രാഹുൽ ഗാന്ധി ആയാലും എല്ലാ ദേശീയ നേതാക്കളും ഒരേ സ്വരത്തിലാണ് സീതാറാമിൻ്റെ വേർപാടിനെക്കുറിച്ച് അവരുടെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയത്.